ദൃശ്യാഖ്യായ അവിദ്യായ നത്വന്തം പ്രാപ്തവാനഹം മിഥ്യൈവ ഹൃദി രൂഢായ പിശാച്യ ഇവ ബാലകഃ. ഇതൊക്കെ ഭാസൻ ഇപ്പോൾ പറയുന്ന വാക്കുകളാണ്. ബോധോദയത്തിന് ശേഷമാണ്, ബുദ്ധി ഉദിച്ചതിന് ശേഷമാണ് ഈ വിപശ്ചിത്ത അല്ലെങ്കിൽ ഭാസൻ ഇങ്ങനെയുള്ള വാക്കുകളെ പറയുന്നത്. നേരത്തെ ദൃശ്യങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഭാവമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇപ്പം സത്യം പിടികിട്ടിയപ്പോഴാണ് താൻ അനുഭവിച്ച ദൃശ്യങ്ങൾ മിഥ്യയായിരുന്നു എന്ന് അദ്ദേഹത്തിന് പിടികിട്ടുന്നത്. ദൃശ്യാഖ്യായ അവിദ്യായാഹ, ദൃശ്യം എന്നു പേരോടുകൂടിയ അവിദ്യയ്ക്ക് ഒരവസാനവുമില്ല. ദൃശ്യം എന്ന മറ്റൊരു പേരോട് കൂടിയ അവിദ്യ എന്ന് പറഞ്ഞാൽ ദൃശ്യം വേറെ അവിദ്യ വേറെയല്ല. അവിദ്യ ഉള്ളിടത്തോളം കാലം ദൃശ്യാനുഭവം ഉണ്ടായേ പറ്റൂ. ദൃശ്യങ്ങളെ സത്യം എന്ന് കരുതി ഭ്രമിച്ചുകൊണ്ടേയിരിക്കും ജീവന്മാർ. അതുകൊണ്ട് ദൃശ്യം വേറെ അവിദ്യ വേറെ എന്ന ഒരു ഭേദം വേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ദൃശ്യമെന്ന പേരോടുകൂടിയ അവിദ്യയ്ക്ക് ഒരന്തവുമില്ല. അതുകൊണ്ട് ഞാൻ ദൃശ്യങ്ങളുടെ അവസാനം കാണാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും എനിക്ക് ആ അവസാനം കാണാൻ പറ്റിയില്ല. ദൃശ്യങ്ങൾ അവസാനിക്കാതെ ബാക്കി നിന്നു. മിഥ്യൈവ ഹൃദിരൂഢായ പിശാച്യാ ഇവ ബാലകഃ, ഒരു ബാലൻ്റെ ഉള്ളിൽ കടന്ന പെൺപിശാച്. പിശാചുക്കളിലും ആണും പെണ്ണും ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? പിശാചുക്കൾ, പേയിലെ കൂടെ ആൺ പെണ്ണിരിക്കും. ആൺ പേയ്, പെൺ പേയ്, മോഹിനി പേയ്, മോഹിനി പിശാച് എന്നൊക്കെ തമിഴിൽ പറയും. ഭീകര രൂപിണികളാണെങ്കിലും അതിസുന്ദരികളായ സ്ത്രീകളുടെ വേഷം ധരിച്ചുകൊണ്ടാണ് ഈ യക്ഷിയും ഒക്കെ വരുന്നത്. നമ്മൾ ഈ കള്ളിയങ്കാട്ട് നീലി, ഈ നമ്പൂതിരിമാർ രാത്രി വിജനമായ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സുന്ദരിമാരുടെ വേഷത്തിൽ ഈ യക്ഷികൾ എത്തുമെന്നാണ്. എന്നിട്ട് ചുണ്ണാമ്പ് ചോദിച്ചു. അപ്പോൾ വെറ്റിലയും അടക്കയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആ യക്ഷിണിക്ക് അല്ലെങ്കിൽ യക്ഷിക്ക് സ്വല്പം ചുണ്ണാമ്പ് കൂടെ കരുതാൻ പാടില്ലായിരുന്നോ? പക്ഷേ ചുണ്ണാമ്പ് ചോദിക്കുമെന്നാണ്. അപ്പോൾ ചുണ്ണാമ്പ് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ ചുണ്ണാമ്പ് കയ്യിൽ കൊടുക്കാറില്ല. ഒരു കത്തിയുടെ അറ്റത്തിൽ ഈ ചുണ്ണാമ്പ് എടുത്ത് ഇങ്ങനെ കൊടുക്കും. യക്ഷികൾക്ക് ഇരുമ്പിന് ഭയമാണ്. അപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള കത്തിയിൽ ഈ ചുണ്ണാമ്പ് വെച്ച് നീട്ടുമ്പോൾ അവ ഭയന്ന് പിന്മാറും. ഇങ്ങനെയൊക്കെയാണല്ലോ കഥകൾ. എന്നിട്ട് അവസാനം മിക്കവാറും നമ്പൂതിരികളെയാണ് കൊല്ലുന്നത്. എന്തുകൊണ്ടാണ്? ഈ നമ്പൂതിരിമാരാണ് രാത്രി സഞ്ചാരം നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ബ്രാഹ്മണർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ, അവരെയാണ് ഈ യക്ഷി മിക്കവാറും കൊല്ലുന്നത്. അപ്പോൾ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആളുകൾ നോക്കുമ്പോൾ കരിമ്പനയുടെ ചുവട്ടിൽ കുറേ പല്ലുകളും എല്ലുകളും നഖങ്ങളും മുടികളും മാത്രം ബാക്കിയുണ്ടാവും. ബാക്കിയൊക്കെ ഈ യക്ഷി ഭക്ഷിച്ചിട്ടുണ്ടാവും എന്നാണ്. ഇങ്ങനെയാണ് പ്രേതങ്ങളെയും പിശാചുകളെയും കുറിച്ചുള്ള മനുഷ്യരുടെ സങ്കല്പം. ഇപ്പോൾ ഒരു ബാലൻ്റെ ഉള്ളിൽ ആവേശിച്ച ഒരു പെൺപിശാച് എങ്ങനെയാണോ പലതരം ഭ്രമാനുഭവങ്ങളെയും ആ ബാലൻ ഉണ്ടാക്കി തീർക്കുന്നത്, അതുപോലെ ഈ അവിദ്യയാകുന്ന പിശാച് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഇല്ലാത്ത പല കാഴ്ചകളെയും ഉള്ളതുപോലെ കാണിച്ചു തന്നു. ഞാൻ അവയിൽ ഭ്രമിച്ചു. നേദം നേദം സദിത്യേവ വിചാരാനുഭവേ സ്ഥിതം തഥാപീതമിതം ചേരി ദുർദൃഷ്ടിർന നിവർത്തതേ. ഞാനും കുറേയൊക്കെ ഈ വേദാന്തം കേട്ടിട്ടുണ്ട്. നേതി പ്രക്രിയയിലൂടെയാണ് ആത്മാവിനെ കണ്ടെത്തേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഓരോ ദൃശ്യത്തെയും ഞാൻ കാണുമ്പോൾ നേദം സത്, ഇതൊന്നും സത്യമല്ല, ഞാൻ കാണുന്ന അനുഭവിക്കുന്നതൊന്നും തന്നെ വാസ്തവമല്ല, ആത്മാവ് മാത്രമാണ് സത്യം, അതാണ് സത്സ്വരൂപമായ ബ്രഹ്മം എന്ന് ഞാൻ വീണ്ടും വീണ്ടും വിചാരം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ആ വിചാരത്തിൻ്റെ ശക്തി കൊണ്ട്
ദൃശ്യങ്ങൾ ഒരിക്കലും അസ്തമിച്ചില്ല. പുതിയ പുതിയ ദൃശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് അവയിൽ ആകൃഷ്ടമായി. ആ ദൃശ്യങ്ങളെ ഞാൻ സത്യം എന്ന് കരുതാൻ തുടങ്ങി. ഓരോന്നിനെ കാണുമ്പോൾ ഇത് കള്ളം, ഇത് മിഥ്യ, ദൃശ്യം കള്ളമാണ്, ജഗത്ത് മിഥ്യയാണ് എന്നാണല്ലോ വേദാന്തം പറയുന്നത് എന്നൊക്കെ ഞാൻ ഓർമ്മിച്ചു. ഈ കാണുന്ന ഒന്നും സത്യമല്ല എന്ന വിചാരാനുഭവം, എന്ന വിചാരത്തിൻ്റെ സഹായത്തോടു കൂടി ഞാൻ എൻ്റെ ബുദ്ധിയെ ഉണർത്തി നിർത്തിയിരുന്നെങ്കിലും തഥാപി അങ്ങനെ ചെയ്തിട്ട് പോലും, തത്വവിചാരം ചെയ്തിട്ട് പോലും ഇതമിതം ചേതി, ഇത് സത്യം, ഇത് സത്യം എന്ന വിചാരം എൻ്റെ ഉള്ളിൽ പൊന്തിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഈ മായയുടെ കുഴപ്പം. ഒരു ദൃശ്യത്തെ ഒഴിവാക്കിയാൽ മറ്റൊരു ദൃശ്യം അതിൻ്റെ സ്ഥാനത്ത് പൊന്തും. അതിൽ നമ്മുടെ മനസ്സ് ഭ്രമിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ അവിദ്യ എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. തത്വവിചാരത്തിലൂടെ ജ്ഞാനം നേടിയാണ് ഈ അവിദ്യയെ നശിപ്പിക്കേണ്ടത് എന്നുള്ളത് ശരി. പക്ഷേ ഈ തത്വവിചാരം ചെയ്യുന്നതിനിടയ്ക്ക് ഈ മായ തൻ്റെ കളി തുടരുമല്ലോ. മനസ്സ് തളർന്നു പോകരുത്. ഒരിക്കലും നമ്മൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവിദ്യയെ നശിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ക്ഷീണമുണ്ടാവരുത്. നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. സമ്യക് തത്വാവബോധേന ദുർബോധേ ക്ഷയമാഗതേ ഗളിതേ വാസനാവേശേ വിശോകം പ്രാപ്യതേ പദം. യോഗവാസിഷ്ഠത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ശ്ലോകം ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, ഈ ശ്ലോകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇത് പകർന്നു തരുന്നത് പോലെ ഒരു ഊർജം വേറെ ഒന്നും നമുക്ക് പകർന്നു തരില്ല. എന്താണ്? സമ്യക് തത്വാവബോധേന ദുർബോധേ ക്ഷയമാകതേ. വേണ്ട വണ്ണമുള്ള തത്വബോധത്തിലൂടെ ദുർബോധം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, അജ്ഞാനം, അവിദ്യ ക്ഷയിക്കുമ്പോൾ. അവിദ്യ എങ്ങനെയാണ് ക്ഷയിക്കുന്നത്? ശരിയായ അറിവിലൂടെ, സമ്യക് ജ്ഞാനത്തിലൂടെ, വേണ്ടവണ്ണമുള്ള തത്വബോധത്തിലൂടെയാണ് അവിദ്യ നശിപ്പിക്കപ്പെടേണ്ടത്. അങ്ങനെ തത്വബോധത്തിൻ്റെ സഹായത്താൽ ദുർബോധം ക്ഷയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദുർബോധം അല്ലെങ്കിൽ അവിദ്യ ക്ഷയിക്കുമ്പോൾ ഗളിതേ വാസനാവേശേ, വാസനകളുടെ ശക്തി കുറഞ്ഞു വരും. വാസനകളുടെ ശക്തി കുറയുന്നു എങ്കിൽ അവിദ്യ അല്പാൽപമായി നശിക്കുന്നു എന്നർത്ഥം. ദിനം പ്രതി വാസനകളുടെ ശക്തി, തള്ളൽ, അതിൻ്റെ പവർ കൂടുകയാണെങ്കിൽ അവിദ്യ കുറയുന്നില്ല എന്ന് മനസ്സിലാക്കണം. വാസനാക്ഷയമാണ് തത്വവിചാരം കൊണ്ട് നേടേണ്ടത്. വാസനകളെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആ വാസനകളുടെ തള്ളിച്ചയുണ്ടല്ലോ, ശക്തി, പവർ, അത് അല്പാൽപം കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പിക്കാം. സമ്യക് തത്വാവബോധേന ദുർബോധേ ക്ഷയമാകതേ. ദുർബോധം ക്ഷയിക്കുമ്പോൾ ഗളിതേ വാസനാവേശേ, വാസനകളുടെ ആവേശം കുറയുമ്പോൾ, ഓരോരോ വാസനകളും നമ്മൾ പോലും അറിയാതെ അഴിഞ്ഞ് താഴെ വീഴുമ്പോൾ, ഊരിപ്പോകുമ്പോൾ നമ്മളറിയില്ല. വാസനകൾ ഉണ്ടാകുന്നതും നമ്മളറിയില്ല, വാസനകൾ കൊഴിഞ്ഞു പോകുന്നതും നമ്മളറിയില്ല. കാരണം അത് സൂക്ഷ്മതലത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വാസന കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ വാസന വർദ്ധിച്ചു വരികയാണോ, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സൂക്ഷ്മതലത്തിലാണ് ഈ വാസനകളുടെ ആവിർഭാവവും അഴിഞ്ഞു വീഴലും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, വാസനകളുടെ ശക്തി കുറയുമ്പോൾ മനസ്സ് ശാന്തമാകും. മനസ്സിൻ്റെ ശാന്തി വർദ്ധിച്ചു വരുന്നുണ്ടോ? യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെയാണ് മുന്നേറുന്നത്. മനസ്സ് ഉപശമിക്കണം. മനസ്സ് ഉപശമിക്കണമെങ്കിൽ വാസനകൾ കുറയണം. വാസനകൾ കുറയണമെങ്കിൽ തത്വബോധം ഉറപ്പുവരണം.
ജ്ഞാനം ദൃഢമാകണം. ഇങ്ങനെ ശരിയായ തത്വബോധത്തിലൂടെ തെറ്റിദ്ധാരണകൾ നീങ്ങുമ്പോൾ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇറ്റ് ഈസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്കൺസെപ്ഷൻ, റോങ് ഐഡിയ. എന്ത്? ഈ പുറമേയുള്ള വസ്തുക്കൾ സത്യമാണ് എന്നുള്ള വിചാരം അതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ നീങ്ങുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മിഥ്യയാണ് എന്ന് നമ്മുടെ ബുദ്ധി അല്പാൽപം ആയിട്ട് ഉൾക്കൊള്ളാൻ തുടങ്ങും. ഈ ബുദ്ധി ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന ഒരു ദൃശ്യം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ബുദ്ധി പറയും അത് മിഥ്യയാണ്. അങ്ങനെ അതിന് അടിമയാകാതെ നമ്മളെ സ്വയം നമുക്ക് രക്ഷിക്കാൻ കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് തത്വബോധം ഉറച്ചുറച്ചു വരുന്നു എന്നുള്ള കാര്യം. ഭ്രമിപ്പിക്കാൻ കഴിവുള്ള ദൃശ്യങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് മായയുടെ കളിയാണ്, അത് ഇല്ലാത്തതാണ് എന്ന് കൂടെ ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഓർമ്മിച്ചാലും ചിലപ്പോൾ നമ്മൾ ആകൃഷ്ടരായി പോവും, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടല്ലോ, സത്യത്തെ അനുസന്ധാനം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വലിയ വിജയമെന്ന് പറയുന്നത്. ഈ പരിശീലനം തുടർന്നാൽ അല്പാൽപമായി പ്രപഞ്ചം സത്യമാണ് എന്നുള്ള വിചാരം നമ്മുടെ മനസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകും. പിന്നീട് നമ്മുടെ മനസ്സ് പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഭ്രമിക്കുകയില്ല. ദുർബോധേ ക്ഷയമാകതേ. അങ്ങനെ തത്വബോധത്തിലൂടെ അവിദ്യ അല്പാൽപമായി നശിപ്പിക്കപ്പെട്ട് തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങി ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന ശരിയായ ധാരണ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിശോകം പ്രാപ്യതേ പദം. ശോകരഹിതമായ ആ സ്ഥാനം, ബ്രഹ്മം, ആത്മാവ്, അഖണ്ഡ ബോധം നിങ്ങളാൽ പ്രാപിക്കപ്പെടും. നിങ്ങൾ അതിലെത്തിച്ചേരും. ശോകരഹിതമായ സ്ഥാനമാണ് ശോകമുക്തമായ സ്ഥാനം. അത് തന്നെയാണ് മോക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരന്തരമായ ആനന്ദം അനുഭവപ്പെടുന്ന ഒരവസ്ഥ, അതുതന്നെയാണ് മോക്ഷം. അത് മരിച്ചു പോയതിന് ശേഷം നേടേണ്ട ഒന്നല്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ കഴിയവേ തന്നെ നിരന്തരമായ സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. അതാണ് ജീവൻ മുക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ജീവൻ മുക്തി അവസ്ഥ ഏതൊരു വ്യക്തിക്കും പ്രാപിക്കാൻ കഴിയും. വിശോകമായ, ശോകരഹിതമായ സ്ഥാനം പ്രാപിക്കപ്പെടും. ഉറപ്പു തരികയാണ്. വേണ്ടവണ്ണമുള്ള തത്വവിചാരം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തീർച്ചയായും ആത്മജ്ഞാനത്തിൽ ചെന്നെത്തും. ആത്മാവിനെ അയാൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അയാൾക്ക് ഒരിക്കലും ആത്മാവ് അപ്രാപ്യമായ ഒരു വസ്തു ആവില്ല. ഇതിൽ കൂടുതൽ നമുക്ക് ഉത്തേജനം പകരുന്ന വേറെ ഏത് വാക്കാണുള്ളത്? ഈ സാധകന്മാർ പലപ്പോഴും തളർന്നു പോകുന്നു. മല കയറുന്ന ഒരാൾ അല്ലെങ്കിൽ ദീർഘദൂരം പിന്നിടേണ്ട ഒരാൾ വഴിമധ്യത്തിൽ തളർന്ന് യാത്ര അവസാനിപ്പിച്ചാൽ അത് അയാൾക്ക് ഒരു തരത്തിലുള്ള നന്മയും ഉണ്ടാക്കില്ല. നമ്മളൊരു ദൗത്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കണം. പാതി വഴിക്ക് ഇട്ടേച്ച് പോകുന്നത് ബുദ്ധിമാന് ചേർന്ന പണിയല്ല. നമ്മൾ ഒന്നിനെ ജീവിത ലക്ഷ്യമായി അംഗീകരിച്ചു, അതെന്തു തന്നെ ആയിക്കോട്ടെ. മോക്ഷത്തെ ജീവിത ലക്ഷ്യമായി അംഗീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. മറ്റ് ലക്ഷ്യങ്ങളെ അംഗീകരിക്കുന്നവർ വിഡ്ഢികൾ തന്നെയാണ്. പക്ഷേ ലക്ഷ്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത് വരെ, ആ ലക്ഷ്യത്തിൽ ചെന്നെത്തുന്നത് വരെ നമ്മൾ നിരന്തരം യാത്ര തുടരണം. പകുതി വഴിക്ക് നിർത്തിക്കളയരുത്. സാധകന്മാർക്ക് പലപ്പോഴും മടുപ്പ് തട്ടും. എത്ര കൊല്ലമായി ഞാൻ ഈ സാധന ചെയ്യുന്നു, എനിക്ക് ആത്മജ്ഞാനം കിട്ടുന്നില്ലല്ലോ.
ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് കിട്ടേണ്ട ഒന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അത് അല്പാൽപമായി പൈപ്പിൻ്റെ ടാപ്പ് തുറന്ന് കുറച്ച് കുറച്ചായി വെള്ളം ഒഴുകി വരുമ്പോൾ കൈ വെച്ച് കുടിക്കുന്നത് പോലെയല്ല അത് പൊടുന്നനുവേ പ്രകാശിക്കുന്ന ഒരനുഭവമാണ്. പക്ഷേ ആ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ കാണപ്പെടും. സൂര്യോദയത്തിന് മുമ്പ് അരുണോദയം കാണപ്പെടുന്നില്ലേ? എന്താണ് ഈ അരുണോദയം? ചക്രവാളത്തിൽ സമുദ്രതീരത്ത് ചെന്ന് നിന്ന് ചക്രവാളത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചാൽ സൂര്യൻ പൊന്തി വരുന്നതിന് മുമ്പ് ചക്രവാളത്തിൽ ഒരു ചുവന്ന നിറം വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ചുവപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സൂര്യഭഗവാൻ ഉദിക്കാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അരുണോദയം സൂര്യോദയത്തിൻ്റെ മുന്നോടിയാണ്. അതുപോലെ ഈ ജ്ഞാനഭാസ്കരൻ ഉള്ളിൽ ഉദിക്കുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും. അതാണ് മനസ്സ് ഉപശമിച്ചിരിക്കുന്ന അവസ്ഥ. എപ്പോഴും സന്തോഷം, ഒരു ദുഃഖങ്ങളും നമ്മെ വലുതായിട്ട് ബാധിക്കുന്നില്ല. ബാധിക്കുന്നുണ്ട്, പക്ഷെ പണ്ട് ബാധിച്ചിരുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒന്നും അതിശക്തമായി ബാധിക്കുന്നില്ല. അങ്ങനെ ചില ലക്ഷണങ്ങൾ, എപ്പോഴും ഒരു സന്തോഷം, മനസ്സ് ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി, മനസ്സിൻ്റെ ഭാരമൊക്കെ ഇറക്കി വെച്ചതുപോലെ, എന്തെന്നില്ലാത്ത ഒരു സുഖം, ഒരു ഉൾക്കുളിർമ. അതിനെയാണ് വാസിഷ്ഠം അന്തശീതളത എന്ന് പറയുന്നത്. അന്തശീതളത എന്ന് പറഞ്ഞാൽ ഉൾക്കുളിർമ. അതിനെ തന്നെയാണ് നമ്മൾ സുഖം, സമാധാനം, സന്തോഷം, സ്വസ്ഥത, ശാന്തി എന്നൊക്കെ പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. ഒരാൾ സുഖമെന്ന് പറയുന്നു, വേറൊരാൾ സ്വസ്ഥത എന്ന് പറയുന്നു, വേറൊരാൾ ശാന്തി എന്ന് പറയുന്നു, വേറൊരാൾ സമാധാനം എന്ന് പറയുന്നു, വേറൊരാൾ പറയുന്നു സ്വൈരം എന്ന് പറയുന്നു. എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് ഈ വീട്ടിൽ ഒരു സ്വൈരവുമില്ല. എല്ലാ വീട്ടമ്മമാരും പറയുന്ന പരാതിയാണിത്. ഒരു നിമ്മതിയില്ലേ സാറേ വാഴ്ക്കയിൽ, ഒരു സ്വസ്ഥതയുമില്ല എൻ്റെ ജീവിതത്തിൽ. ഈ പരാതി പറയാത്ത ആരെങ്കിലും ഉണ്ടോ? പുരുഷന്മാരും മോശക്കാരല്ല, എല്ലാവരും പറയും. കാരണം ആർക്ക് സ്വസ്ഥതയില്ല എന്നുള്ളതാണ്. സ്വസ്ഥത അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ പരാതി ഉണ്ടാവില്ല. അപ്പോൾ ആ ബ്രഹ്മം എന്ന് പറയുന്ന ലക്ഷ്യം തീർച്ചയായും നമുക്ക് പ്രാപ്യമായ ഒന്നാണ്. തഥാപി ഇതമിതം ചേരി ദുർദൃഷ്ടിർന നിവർത്തത. ഓരോ ദൃശ്യത്തെ ഞാൻ കാണുമ്പോഴും ഇത് സത്യമല്ല, ഇത് സത്യമല്ല, ഇത് ഭ്രമമാണ്, മിഥ്യയാണ് എന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പുതിയ ദൃശ്യങ്ങൾ എൻ്റെ മുന്നിൽ പ്രകടമാകുന്നു. കാരണം ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനന്തമായ ആകാശത്തിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് പല പുതിയ ദൃശ്യങ്ങളെയും ഞാൻ ഓരോ സെക്കൻഡിലും കാണും. അങ്ങനെ പുതിയ ദൃശ്യങ്ങൾ വരുമ്പോൾ അതൊക്കെ സത്യമാണ് എന്ന് എൻ്റെ മനസ്സ് ഭ്രമിക്കാൻ തുടങ്ങും. ഇപ്പം ഈ ഭ്രമത്തിൽ നിന്ന് പരിപൂർണമായ ഒരു മോചനം എനിക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. തഥാപി ഇതമിതം ചേതി ദുർദൃഷ്ടിർന നിവർത്തത. ഇതൊരു ദുർദൃഷ്ടിയാണ്, ദുഷിച്ച കാഴ്ച, ദുഷിച്ച നോട്ടം. ഇത് ശരിയായ കാഴ്ചയല്ല. ഇങ്ങനെയല്ല ഈ പ്രപഞ്ചത്തെ കാണേണ്ടത്, വിലയിരുത്തേണ്ടത്. ഇതിനെ മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പുതിയ പുതിയ ദൃശ്യങ്ങൾ പൊന്തുമ്പോൾ എൻ്റെ മനസ്സ് അതിൽ ഭ്രമിച്ചു പോകുന്നു. ഇങ്ങനെയാണ് ഞാൻ യാത്ര തുടർന്നത്. യദ്യപി മയാ നേദം സതിതി വിചാരാനുഭവേ സ്ഥിതം. എൻ്റെ മനസ്സ് നിരന്തരം തത്വവിചാരത്തെ തുടർന്നിരുന്നപ്പോഴും തഥാപി ഇതം സത്യം ഇതം ച സത്യം, ഇതും സത്യമാണ്, ഇതിൻ്റെ അപ്പുറത്തുള്ള ആ ദൃശ്യവും സത്യമാണ് എന്ന ഭ്രമം അതും എന്നെ വിടാതെ പിന്തുടർന്നു. ഒരു ഭാഗത്ത് തത്വവിചാരം, മറ്റൊരു ഭാഗത്ത് ഭ്രമം പിന്തുടരുകയാണ്. പൂർണ്ണമായി ഈ ഭ്രമത്തിൽ നിന്ന് കരകയറാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രതിവിഷയം ദുർദൃഷ്ടി. ഓരോ ദൃശ്യത്തിലും
എനിക്ക് ദുർദൃഷ്ടിയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അതിനെ സത്യം എന്ന് കരുതി ഞാൻ ഭ്രമിച്ചു. ന നിവർത്തതെ, ആ ദുർദൃഷ്ടി എന്നിൽ നിന്ന് അകന്നില്ല. ചിരാഭ്യസ്ത ദ്വൈത സത്യതാ സംസ്കാരസ്യ പ്രബലത്വാദിതി ഭാവഃ. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ദൃശ്യങ്ങളിൽ ഭ്രമിച്ചു കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ചിര അഭ്യസ്ത ദ്വൈത സത്യതാ സംസ്കാരസ്യ, നിരന്തരം പലകാലം ചിരകാലം ദ്വൈതം സത്യമാണ് എന്ന് അഭ്യസിച്ചതുകൊണ്ട്, ആ അഭ്യാസം ഒരു സംസ്കാരമായി എൻ്റെ ഉള്ളിൽ ശക്തി പ്രാപിച്ചിരുന്നത് കൊണ്ട് ഞാൻ ദൃശ്യങ്ങളിൽ മോഹിച്ചുകൊണ്ടേയിരുന്നു, ഭ്രമിച്ചുകൊണ്ടേയിരുന്നു. നമ്മളതൊരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു. ഏത്? പ്രപഞ്ചത്തിനെ സത്യം എന്ന് കരുതുന്നത്. പ്രപഞ്ചത്തിന് സത്യത്വം ഉണ്ട്, ഇത് വാസ്തവമാണ്, ഇവിടെ കാണുന്ന വസ്തുക്കളും വ്യക്തികളും ജീവജാലങ്ങളും എല്ലാം സത്യമാണ്. ഞാൻ ജീവിക്കുന്ന ഈ ജീവിതവും എൻ്റെ കുടുംബവും കുട്ടികളും ഭാര്യാഭർത്താക്കന്മാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എൻ്റെ ഉദ്യോഗവും വാങ്ങിക്കുന്ന ശമ്പളവും ബാങ്കും ഡെപ്പോസിറ്റും ഷെയർ സർട്ടിഫിക്കറ്റും എല്ലാം സത്യമാണ് സത്യമാണ് എന്ന ഒരു വിചാരം നിരന്തരം ശീലിച്ചതുകൊണ്ട് അതൊരു സംസ്കാരമായി, അതൊരു ദുശ്ശീലമായി മാറി എൻ്റെ ഉള്ളിൽ നിന്നാണ്. അത് നല്ല ശീലമല്ല. നല്ല ശീലമാണെങ്കിൽ വേണ്ടില്ല, നല്ല ശീലങ്ങൾ വളർത്തിക്കോളൂ. ഇതൊരു ദുശ്ശീലമാണ്, ദുഷിച്ച സംസ്കാരം, ബാഡ് ഹാബിറ്റ്. അത് കാരണമായി, അത് പ്രബലമായിരുന്നത് കൊണ്ട്, ആ വാസന ഉള്ളിൽ അതിശക്തമായിരുന്നത് കൊണ്ട് ദൃശ്യങ്ങളെ ഞാൻ പല പ്രാവശ്യം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ദൃശ്യങ്ങളിൽ ഞാൻ ഭ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രമേഹ രോഗി ഒരു വശത്തുകൂടെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കും, മറ്റൊരു വശത്തുകൂടെ മധുരപലഹാരങ്ങളും കഴിക്കും. അതുപോലെ അവൻ്റെ ഷുഗർ ലെവൽ എന്താണ് കുറയുക? ഞാൻ തന്നെ ഒരു ഉദാഹരണം. നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ മധുരത്തെ വേണ്ടാന്ന് വെക്കണം. മധുരപലഹാരങ്ങളും പഞ്ചസാരയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെ ഒരു ഉദാഹരണവുമാണ്. നിങ്ങൾക്ക് പ്രമേഹമല്ലേ, നിങ്ങൾ ഈ പാലട പ്രഥമൻ ഇങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കൂടില്ലേ എന്ന് പറഞ്ഞാൽ മരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എടാ മണ്ട, നിനക്ക് പായസം കഴിക്കാനുള്ള ലൈസൻസ് അല്ല ആ മരുന്നെന്ന് പറയുന്നത്. നീ ആദ്യം മധുരം വേണ്ടെന്ന് വെക്കണം. മധുരം വേണ്ടെന്ന് വെച്ചാലും ചിലപ്പോൾ സാധാരണ അരി ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ കൂടും. ആ ഷുഗർ ലെവൽ കുറയ്ക്കാനാണ് ഈ മരുന്ന്. അല്ലാതെ മധുരപലഹാരങ്ങൾ കഴിക്കാനുള്ള ഒരു ലൈസൻസ് ഈ മരുന്ന് നിനക്ക് തരുന്നില്ല. ഇതുപോലും മനസ്സിലാക്കാം. എനിക്കറിയാം, ടാബ്ലറ്റ് ഉണ്ട്, ഒരു ടാബ്ലറ്റ് കഴിക്കുന്നവർ 2 ടാബ്ലറ്റ് കഴിക്കും, അത് നോർമലായിക്കോളും. എടാ മരമണ്ട, ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ മരുന്ന് കഴിക്കുന്നതിന് പകരം നീ മധുരപലഹാരങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ അത് തന്നെ നിന്റെ ഷുഗർ ലെവല് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഒരു സ്ഥലത്തുകൂടെ മധുരം കഴിക്കും, അപ്പുറത്തൂടെ മരുന്നും കഴിക്കും. ആ പരിപാടി പറ്റത്തില്ല. പ്രപഞ്ചത്തെ മിഥ്യയാണ് എന്ന് കരുതുന്നതോടൊപ്പം ആ ഒരു ശീലം, പ്രപഞ്ചം മിഥ്യ എന്നുള്ള ഒരു വിചാരത്തെ വളർത്തുന്നതോടൊപ്പം ബ്രഹ്മമാണ് സത്യം എന്ന മരുന്നും സേവിക്കണം. ബ്രഹ്മത്തെ മറന്ന് ചുമ്മാതെ ഈ ദൃശ്യങ്ങളെല്ലാം ഭ്രമമാണ്, മിഥ്യയാണ്, മായയാണ്, ഇതൊന്നും വാസ്തവമല്ല എന്ന് അന്ധമായി ചിന്തിക്കുന്നത് കൊണ്ട് ഒരിക്കലും മനസ്സ് ഉപശമിക്കുകയില്ല. തത്വബോധം എന്ന് പറയുന്നത് ആത്മവിചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം അനുഷ്ഠിക്കപ്പെടേണ്ടത്. പ്രപഞ്ചം മിഥ്യ, അങ്ങനെ വിചാരിച്ചോളൂ, തെറ്റില്ല, കാരണം അത് മിഥ്യ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത്? ഇതിൻ്റെ അധിഷ്ഠാനമായ ബ്രഹ്മം മാത്രം സത്യമായതുകൊണ്ട്. ആ സത്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം മിഥ്യയായി തീരുന്നത്.
അല്ലാതെ ചുമ്മാതെ എല്ലാം മായയാണ്, എല്ലാം മിഥ്യയാണ്, വെള്ളം അടിക്കുന്നവർക്ക് വെള്ളം അടിക്കാം, കഞ്ചാവ് അടിക്കുന്നവർക്ക് കഞ്ചാവ് അടിക്കാം, എന്ത് തോന്നിയാസം വേണമെങ്കിലും പ്രവർത്തിക്കാം. തോന്നിയാസം പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല വേദാന്തം. നല്ലതുപോലെ മനസ്സിലാക്കുക. നിയന്ത്രണങ്ങൾ വേണ്ടപ്പോൾ ആ നിയന്ത്രണങ്ങൾ നമ്മൾ ശീലിക്കുക തന്നെ വേണം. എല്ലാം മിഥ്യയാണ് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന വിചാരം അതോടൊപ്പം ഉണ്ടാവണം. അപ്പം ഈ വേദാന്തത്തെ തോന്യാസം പ്രവർത്തിക്കാനുള്ള ഒരു മറയാക്കി മാറ്റരുത്. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മദ്യം കഴിക്കരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മമല്ലേ, ഇതൊക്കെ ഭ്രമമല്ലേ, ഭ്രമമാണെങ്കിൽ പിന്നെ ഞാൻ കഴിക്കാൻ എന്താ? ഭ്രമമാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് നിർത്തുകയാണ് വേണ്ടത്. ഭ്രമമാണെന്ന് പറഞ്ഞ് അവയെ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. ഭ്രമമാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കഴിക്കുന്നത്? തിരിച്ച് മാറ്റി ചിന്തിക്കാം. ഇതെല്ലാം ഭ്രമമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തും കഴിക്കും, അങ്ങനെയല്ല. ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ പുറകെ എന്തിനാ പോകുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? ത്യാഗം വളരെ ദുഷ്കരമാണ്, ത്യജിക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട എന്ന് നമ്മൾ വിചാരിക്കാൻ ശ്രമിക്കും തോറും, ഓരോന്നിനെയും നമ്മൾ ത്യജിക്കാൻ ശ്രമിക്കും തോറും ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ വേണം വേണം എന്നുള്ള ആഗ്രഹം ബലമായി ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ത്യാഗമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ അധ്യാത്മമാർഗത്തെ കത്തിയുടെ വായ്ത്തല പോലെ എന്ന ഉപനിഷത്ത് വിശേഷിപ്പിച്ചത്. കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്ന ഒരാൾ കാല് മുറിയാതെ ആ യാത്ര അവസാനിപ്പിക്കാൻ പറ്റില്ല. മുള്ളുകളും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്ന് കാല് മുറിയാതെ ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം മുഴുവൻ കല്ലും മുള്ളും കുപ്പിച്ചില്ലുമാണ്. അപ്പോൾ മുറിയാനുള്ള സാധ്യതയാണ് കൂടുതൽ, മുറിയാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് ക്ഷുരസ്യധാര, മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തല പോലെയാണ് ഈ ജ്ഞാനമാർഗം, അധ്യാത്മമാർഗം എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. പ്രതിക്ഷണം സുഖൈർ ദുഃഖൈർ ദേശകാലൈ സമാഗമൈഃ സരിദ്വാരിവദാലോല നവമായാന്തി യാന്തി ച. ഓരോ ക്ഷണവും സുഖദുഃഖങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിച്ചു കൊണ്ടേയിരുന്നു. ദേശവും കാലവും മാറിക്കൊണ്ടേയിരുന്നു. കാരണം ഞാൻ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോൾ ദേശം മാറും, ദേശത്തോടൊപ്പം കാലവും മാറും. ദേശകാലങ്ങൾ മാറി മറിയുന്നത് കൊണ്ട് സുഖദുഃഖങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ക്ഷണത്തിലും സുഖദുഃഖങ്ങൾ എന്നെ ബാധിച്ചു കൊണ്ടേയിരുന്നു. സരിദ്വാരിവദാലോല, നദിയിലൂടെ ഒഴുകുന്ന ഒരു ജലം എങ്ങനെയാണോ നിരന്തരം ചലിക്കുന്നത്, അതുപോലെ ദൃശ്യങ്ങൾ, പുതിയ പുതിയ ദൃശ്യങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദൃശ്യങ്ങളെ ഞാൻ താണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ആ ദൃശ്യങ്ങളെ ഞാൻ പിന്നിട്ടു. പുതിയ ദൃശ്യങ്ങൾ മുമ്പിലുണ്ട്. ഇങ്ങനെ ദൃശ്യങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. വിചാരേണ നിരസ്താപി ദുർദൃഷ്ടയഃ പ്രതിക്ഷണം പ്രസക്തൈഃ സുഖൈർ ദുഃഖൈർ ദേശകാലഭേദൈരിഷ്ടാനിഷ്ട ജനസമാഗമൈശ്ച സരിദ്വാരിവത് നവം നവമായാന്തി. തത്വവിചാരത്തിൻ്റെ സഹായത്തോടുകൂടി പല പ്രാവശ്യം ഈ വിഷയങ്ങളെ, ദൃശ്യങ്ങളെ മിഥ്യയാണ് എന്ന് ഞാൻ നിരസിച്ചിട്ടും ദുർദൃഷ്ടി ഉള്ളിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായില്ല. വീണ്ടും വീണ്ടും സുഖവും ദുഃഖവും ഈ ദൃശ്യങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. ദേശകാലങ്ങൾ മാറുമ്പോൾ ദൃശ്യങ്ങൾ മാറുന്നു. ദൃശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സുഖദുഃഖങ്ങളും മാറിക്കൊണ്ടിരുന്നു. ഇഷ്ടം അനിഷ്ടം എന്ന ഭാവങ്ങൾ എൻ്റെ മനസ്സിനെ ഗ്രസിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ചില ആളുകളെ കാണുമ്പോൾ ഇഷ്ടം, വേറെ ചിലരെ കണ്ടാൽ അനിഷ്ടം. ഈ മനസ്സിൻ്റെ ഈ രണ്ട് ഭാവങ്ങളെ എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല.
സരിദ്വാരിവത്, നദിയിലെ ജലം പോലെ നിരന്തരം ജലം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. പഴയ വെള്ളം ഒഴുകിപ്പോകും, പുതിയ വെള്ളം വരും. ഒരേ വെള്ളമാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞാലും വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി കടലിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ആ വെള്ളം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് ദ്വൈതങ്ങളിൽ ഭ്രമിച്ചുകൊണ്ടേയിരുന്നു. താലീതമാല ബകുലാതുല തുംഗശൃംഗം ഉന്നാദവാദ ജവമേകമഹം സ്മരാമി സൂര്യാദിഭിർവിരഹിതം പ്രകടം സ്വകാന്ത്യ സസ്ഥാവരാദ്രിതടജംഗമമേവ വിശ്വം. താലി തമാല ബകുലാതുല തുംഗശൃംഗം. താലം പന, തമാലം എന്ന് പറഞ്ഞാൽ പച്ചില മരം എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു മരമുണ്ട്, തമാല വൃക്ഷം. ബകുലം എന്ന് പറഞ്ഞാൽ അതൊരു പൂക്കുന്ന വൃക്ഷമാണ്. പ്രധാനമായി അതിൽ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ധാരാളം നിറഞ്ഞിട്ടുള്ള ഉത്തുംഗ ശൃംഗങ്ങളെ ഞാൻ അനുഭവിച്ചു. കൊടുമുടികൾ, മലകളിലെ കൊടുമുടികളെ ഞാൻ അനുഭവിച്ചു. ഉന്നാദവാതജവമേകമഹം സ്മരാമി. അതിശക്തമായ കാറ്റ് വീശുന്നത്, മനുഷ്യരെ പറത്തിക്കൊണ്ടുപോകാൻ ശക്തിയുള്ള ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ ഞാൻ കഴിഞ്ഞു. ആ കാറ്റിൻ്റെ ശക്തിയും ഞാൻ അറിഞ്ഞു. സൂര്യാദിഭിർ വിരഹിതം പ്രകടം സ്വകാന്ത്യ. സൂര്യൻ തുടങ്ങിയ പ്രകാശ സ്രോതസ്സുകളുടെ സഹായമില്ലാതെ തന്നെ സ്വയം പ്രകാശിക്കുന്ന സസ്ഥാവരാദ്രി തടജംഗമമേവ വിശ്വം. സ്ഥാവരങ്ങളും അദ്രിതടങ്ങളും ജംഗമ വസ്തുക്കളും ഉള്ള ഈ ഒരു വിശ്വത്തെ, സ്വയം പ്രകാശകമായ ഒരു വിശ്വത്തെയും ഞാൻ അനുഭവിച്ചു. തത്രൈകമാശ്ചര്യം സ്മൃതമാഹ. വേറൊരു കാര്യം സ്മരണയിൽ തെളിഞ്ഞിട്ട് പറയുകയാണ്. തച്ചശൃംഗം സൂര്യാദിഭിർ വിരഹിതമപി സ്വകാന്ത്യാ പ്രകടം ഭാസമാനം. ആ ശൃംഗം, കൊടുമുടി, സൂര്യൻ തുടങ്ങിയവ ഇല്ലാതിരിക്കുമ്പോഴും സ്വകാന്ത്യാ പ്രകടം ഭാസമാനം, തൻ്റെ തന്നെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതായിരുന്നു. വിശ്വം തു തസ്യ ശൃംഗസ്യ സ്ഥാവരൈരദ്രിതടൈർ ജംഗമൈശ്ച സഹിതം. ആ ശൃംഗത്തിൻ്റെ കൊടുമുടിയുടെ താഴ്വരയിലായിരുന്നു ഈ വിശ്വം. എന്താണ് ആ സ്വയം പ്രകാശകമായ കൊടുമുടി എന്ന് ചോദിച്ചാൽ ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ഒരു മൂലയ്ക്ക് കാണപ്പെടുന്നതാണ് ഈ സ്ഥാവരജംഗമങ്ങൾ നിറഞ്ഞ പ്രപഞ്ചം, വിശ്വം. സ്ഥാവരൈരദ്രിതടൈർ ജംഗമൈച്ച സഹിതം യത് സാനു തത് സ്ഥാനീയമിതി സർവാധിഷ്ഠാനം ബ്രഹ്മൈവ അത്ര ആശ്ചര്യം ശൃംഗം നിർദ്ദിഷ്ടം. ഒരു ഉയർന്ന കൊടുമുടി പോലെ പ്രകാശിക്കുന്ന ഒന്നാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. സ്വയം പ്രകാശകമാണ്. അതിൻ്റെ താഴ്വരയിലാണ് സ്ഥാവരജംഗമങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചം കാണപ്പെടുന്നത്. അവസാനത്തെ ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. യദേതദേകാന്ത വിഹാരഹാരി സ്വച്ഛന്ദമേകാമിതമസ്തശങ്കം ക്വചിന്മയാചാരു ജഗത്സുദൃഷ്ടം തുല്യാനതസ്യാമരരാജലക്ഷ്മീ. യദേതത് ശൃംഗം ഏകാന്തേ വിഹാരഃ യേഷാം തത്വവിദാം. ഈ ശൃംഗത്തിൽ, ഈ കൊടുമുടിയിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് തത്വജ്ഞാനികൾ. ഏതാണ് ആ കൊടുമുടി? ബ്രഹ്മം. സദാ ബ്രഹ്മവിചാരത്തിൽ ലയിച്ചിരിക്കുന്നവർ, എപ്പോഴും ബ്രഹ്മചിന്തനയിൽ വ്യാപരിക്കുന്നവർ, ആ തത്വജ്ഞാനികളുടെ തേഷാം ഹാരി മനോഹരം. ആ തത്വജ്ഞാനികളുടെ അവർക്ക് ഇഷ്ടമുള്ള മനോഹരം സ്വച്ഛന്തമേകമമിതമസ്തവികാരശങ്കം ചേതി. അത് ഒന്നാണ്. ഏത്? ഈ ബ്രഹ്മം. അസ്തവികാരം, എല്ലാ വികാരങ്ങളും, മനസ്സിൻ്റെ ചലനങ്ങളും ഉപശമിച്ച സ്ഥാനമാണത്. ഒരു വികാരങ്ങളും ആ ആത്മാവിൽ നിന്ന് പൊന്തുന്നില്ല. സകല സംശയങ്ങളും ഒഴിഞ്ഞു മാറിയ സ്ഥാനമാണത്. ഇങ്ങനെ ത്രിവിധ പരിച്ഛേദശൂന്യം, ഏകം അമിതം അസ്തവികാരശങ്കം. ഒന്ന്, അതിർവരമ്പുകളില്ലാത്തത്, ചലനങ്ങളൊക്കെ ഉപശമിച്ചത്. അങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള പരിച്ഛേദശൂന്യവും പരിച്ഛേദങ്ങളും ഇല്ലാത്തത്. ദേശം, കാലം, വസ്തു, ഇങ്ങനെയാണ് മൂന്ന് പരിച്ഛേദം. ദേശം വ്യത്യാസപ്പെടാം, കാലം വ്യത്യാസപ്പെടാം, വസ്തുക്കൾ വ്യത്യാസപ്പെടാം. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളും ആത്മാവിലില്ല. ഭേദശൂന്യമാണ് ഈ ആത്മാവ്.
തച്ച ക്വചിച്ചാരു ജഗത്സു ബ്രഹ്മവിൻ മണ്ഡലീഷു ദൃഷ്ടം. അങ്ങനെ ഒടുങ്ങിയ ഒരു ജഗത്ത് ബ്രഹ്മജ്ഞാനികളുടെ മധ്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ബ്രഹ്മജ്ഞാനികൾ സമ്മേളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിൽ പ്രപഞ്ചാനുഭവം ഇല്ല. അവരുടെ ഇടയിൽ പ്രപഞ്ചമില്ല. അവർ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നേയില്ല. അങ്ങനെയുള്ള അനേകം ബ്രഹ്മവിത്തുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തെ ഞാൻ കണ്ടു. ആ സ്ഥലമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ഐശ്വര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികൾ കൂടിയിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് ബ്രഹ്മലോകത്തെക്കാളും വിശേഷപ്പെട്ടതാണ്. അമരരാജസ്യേന്ദ്രസ്യ ഹിരണ്യഗർഭസ്യ ച ലക്ഷ്മീഹി തസ്യ തുലനാ സംമിത തുല്യാന. അമരരാജൻ ദേവരാജനായ ഇന്ദ്രൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും ഉയർന്ന സൃഷ്ടികർത്താവായ ഹിരണ്യഗർഭൻ, അദ്ദേഹത്തിൻ്റെയും ഐശ്വര്യം ഈ ബ്രഹ്മവിത്തുകൾ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലത്തിനുള്ള ഐശ്വര്യത്തെ കവച്ചു വയ്ക്കുന്നില്ല. അത്രയും ശ്രേഷ്ഠമാണ് ബ്രഹ്മവിത്തുക്കളുടെ സദസ്സ്. ഹൈരണ്യഗർഭാന്താനന്ദാനാം പരിമിതത്വാദിതി ഭാവ. ഏറ്റവും സുഖമനുഭവിക്കുന്നത് ബ്രഹ്മദേവനാണെന്നാണ് ഈ സൃഷ്ടിയിൽ. ആ ആനന്ദത്തിൻ്റെ അളവ് പറയുമ്പോൾ സൃഷ്ടികർത്താവാണ് ഏറ്റവും വലിയ ആനന്ദം അനുഭവിക്കുന്നത്. പക്ഷേ ആ ഹിരണ്യഗർഭൻ ബ്രഹ്മദേവൻ്റെ ആനന്ദത്തെക്കാളും വലുതാണ് ആത്മാനന്ദം അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം. അപ്പോൾ ഈ ബ്രഹ്മാനന്ദവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബ്രഹ്മദേവൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കുറഞ്ഞ നിലയിലുള്ള മറ്റ് ദേവന്മാരും ഒക്കെ അനുഭവിക്കുന്ന ആനന്ദം നിസ്സാരമാണ്, തുച്ഛമാണ് എന്ന് പറഞ്ഞ് ആ സർഗം അവസാനിക്കുകയാണ്. 132-ാമത്തെ സർഗം. അടുത്ത സർഗം നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം.